രഞ്ജി ട്രോഫിയിൽ മഹാരാഷ്ട്രയ്ക്കെതിരെ നടക്കുന്ന മത്സരത്തിൽ മൂന്നാം ദിനം കേരളത്തിന് നിരാശ. മഹാരാഷ്ട്ര കേരളത്തിനെതിരെ ഉയർത്തിയ ഒന്നാം ഇന്നിംഗ്സ് ലീഡായ 239 റൺസിനെ മറികടക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല. കേരളത്തിന്റെ ഒന്നാം ഇന്നിംഗ്സ് 219 റൺസിന് അവസാനിക്കുകയായിരുന്നു. ഇതോടെ മഹാരാഷ്ട്ര ഒന്നാം ഇന്നിംഗ്സ് കേരളത്തിനെതിരെ 20 റൺസിന്റെ ലീഡാണ് നേടിയത്. ഈ ഒരു ലീഡ് നേടിയത് മഹാരാഷ്ട്രയ്ക്ക് ഗുണമാവുകയും ചെയ്തു. ഇനി മത്സരം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ മത്സരം സമനിലയിൽ അവസാനിച്ചാലും കേരളത്തേക്കാൾ കൂടുതൽ പോയിന്റ് മഹാരാഷ്ട്രയ്ക്ക് ലഭിക്കും. കേരളത്തിന്റെ പേസർമാർ മികച്ച തുടക്കം കേരളത്തിന് നൽകിയെങ്കിലും ബാറ്റർമാർ മികവ് കാട്ടാതിരുന്നാണ് കേരളത്തിന് തിരിച്ചടിയായി മാറിയത്. 3 വിക്കറ്റ് നഷ്ടത്തിൽ 35 റൺസ് എന്ന ബാറ്റിംഗ് തകർച്ചയിൽ നിന്ന കേരളത്തെ അർദ്ധ സെഞ്ചുറിയുടെ കരകയറ്റിയത് സഞ്ജു സാംസന്റെ ബാറ്റിംഗ് പ്രകടനമായിരുന്നു. 63 പന്തുകളിൽ നിന്നും 5 ഫോറുകളും 1 സിക്സും അടക്കം 54 റൺസാണ് സഞ്ജു നേടിയത്. സഞ്ജുവിനെ കൂടാതെ സൽമാൻ നിസാർ, ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ, രോഹൻ കുന്നുമേൽ എന്നിവരാണ് കേരളത്തിന് വേണ്ടി ഭേദപ്പെട്ട ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചത്. സൽമാൻ നിസാർ 49 റൺസും മുഹമ്മദ് അസറുദ്ദീൻ 36 റൺസും രോഹൻ കുന്നുമേൽ 27 റൺസുമാണ് നേടിയത്. മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി ജലജ് സക്സേന കേരളത്തിന്റെ 3 വിക്കറ്റുകളാണ് നേടിയത്. രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച മഹാരാഷ്ട്ര വെളിച്ചക്കുറവ് മൂലം മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 51 റൺസ് നേടിയിട്ടുണ്ട്. ഇതോടെ കേരളത്തിനെതിരെ അവർ 71 റൺസിന്റെ ലീഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ രഞ്ജി ട്രോഫി മത്സരങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.